ഹലോ, രണ്ടാമത്തെ പ്രാക്ടിക്കൽ വർക്ക് ലിബർ ഓഫീസ് കാൽക്കിലെ സം ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട വർക്കാണ്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ ആദ്യം കാൽക്ക് ഓപ്പൺ ചെയ്യാണ്. ഓഫീസിൽ ലിബർ ഓഫീസ് കാൽക്ക് ഓപ്പൺ ചെയ്തു. സം റിലേറ്റഡ് ഫംഗ്ഷനാണ്. ഇവിടെ ചോദ്യം ഞാനൊന്ന് വായിക്കാം. ഗിവൺ ബിലോ ഈസ് എ ടേബിൾ ഷോയിങ് ദി നെയിം, ഡെസിഗ്നേഷൻ ആൻഡ് മന്ത്ലി സാലറി പെയ്ഡ് ടു ഡിഫറെൻറ്റ് എംപ്ലോയീസ് ഓഫ് റോയൽ ഇൻഡസ്ട്രീസ് ഫോർ മാർച്ച് 2020. നമുക്ക് ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ആ ടേബിളിനകത്ത് എംപ്ലോയീസിൻ്റെ പേരും അതേപോലെ അവരുടെ ഡെസിഗ്നേഷൻ, മന്ത്ലി സാലറി, ഈ 3 കോളംസാണ് തന്നിട്ടുള്ളത്. അത് വെച്ച് നമ്മൾ ആവശ്യപ്പെട്ടുള്ളത് 2 ചോദ്യങ്ങളുണ്ട്. ടോട്ടൽ മന്ത്ലി സാലറി പെയ്ഡ് ഫോർ മാർച്ച് 2020. രണ്ടാമത്തെ ചോദ്യം ടോട്ടൽ മന്ത്ലി സാലറി പെയ്ഡ് ടു ദി അക്കൗണ്ടൻസ്. ഇങ്ങനെ 2 ചോദ്യങ്ങളാണ്. നമുക്കിങ്ങനെ ചെയ്യാൻ നോക്കാം. നമ്മൾ ആദ്യം നേരത്തെ ചെയ്ത പോലെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ പ്രൊസീജിയറിൽ ക്വസ്റ്റ്യൻ അതേപോലെ ടൈപ്പ് ചെയ്യുന്നു. ചെയ്യേണ്ടത് നമ്മളെന്ത് ചെയ്യുന്നു, എംപ്ലോയി നെയിം, ഡെസിഗ്നേഷൻ, മന്ത്ലി സാലറി, അങ്ങനെ 3 നമ്മൾ എംപ്ലോയി നെയിം എംപ്ലോയി നെയിം ഫസ്റ്റ് കോളം, ഡെസിഗ്നേഷൻ അടുത്തതാണ് ഡെസിഗ്നേഷൻ നെക്സ്റ്റ് മന്ത്ലി സാലറി ഇങ്ങനെ 3 ഹെഡ്സ് ടൈപ്പ് ചെയ്യുന്നു. ഇവിടെ മന്ത്ലി സാലറി മൂന്നാമത്തെ സെല്ലിനകത്താണ്. നമുക്കിവിടെ സെല്ലിൻ്റെ ഒരു ഈ സെല്ലിൻ്റെ കുറച്ച് ഡ്രാഗ് ചെയ്യാം. ഡെസിഗ്നേഷൻ എന്നുള്ള സെല്ലും ഇത്തിരി വലുതാക്കിയിട്ട്. ഓക്കെ, ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവും. എംപ്ലോയി നെയിം, ഡെസിഗ്നേഷൻ ആൻഡ് സാലറി, ഇങ്ങനെ 3 കോളംസ് നമുക്ക് പ്രൊവൈഡ് ചെയ്തു. ഇനി അടുത്ത സെല്ലിൽ നമ്മളിവിടെ പേര് ആണ് ഓരോന്നും ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ തന്ന പോലെ ടൈപ്പ് ചെയ്യാം. അപ്പോൾ അതെല്ലാവരും പേര് ടൈപ്പ് ചെയ്യാം. അടുത്ത താഴേക്ക് പോയിട്ട് പേരുകൾ ടൈപ്പ് ചെയ്യുന്നു. സുനിൽ, തോമസ്, ഷമീർ, ജോസഫ്. അപ്പം ഇങ്ങനെ ചെയ്യുന്നത് നന്നായിരിക്കുക. കാരണം നമ്മൾ ആദ്യം പേരുകൾ ഓരോന്നും ക്രമത്തിൽ ടൈപ്പ് ചെയ്യുന്നു. ഇനി ഡെസിഗ്നേഷനിലേക്ക് പോകാം. ആദ്യത്തെ ആളുടെ ഡെസിഗ്നേഷൻ മാനേജറാണ്. തൊട്ട് താഴെ ആൾ അക്കൗണ്ടൻറ്റ്, അടുത്തയാളും അക്കൗണ്ടൻ്റാണ്. ഒരാൾ ഡ്രൈവറാണ്. ഡെസിഗ്നേഷൻ ഡ്രൈവർ. ലാസ്റ്റ് വൺ സെയിൽസ്മാൻ. ഇത്രയും ഡെസിഗ്നേഷൻ ടൈപ്പ് ചെയ്തു. ഇനി നമ്മൾ അടുത്ത കോളത്തിന് സാലറി. ആദ്യത്തെ ആളുടെ 75,000 സാലറി. താഴേക്ക് നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് വരും 60,000. വീണ്ടും എൻ്റർ ചെയ്യുക 55,000, 25, 40. ഇത്ര നമ്മൾ എന്ത് ചെയ്യുന്നു, ടേബിൾ തന്ന ടേബിൾ ടൈപ്പ് ചെയ്തു. ഇനി 2 ചോദ്യങ്ങളുണ്ട്. നമ്മൾ തൊട്ട് താഴെ ടൈപ്പ് ചെയ്യാം. നേരത്തെ ചെയ്ത പോലെ തന്നെ ലേബൽസ്, അതായത് ക്വസ്റ്റ്യൻസ് ടൈപ്പ് ചെയ്യുന്നു. ആദ്യത്തെ ചോദ്യം എന്താണ്, ടോട്ടൽ മന്ത്ലി സാലറി. ടോട്ടൽ മന്ത്ലി സാലറി for March 2024. For March 2020. ഇതാണ് ആദ്യ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം തൊട്ടടുത്ത ലൈനിൽ ടൈപ്പ് ചെയ്യാം. ടോട്ടൽ മന്ത്ലി സാലറി പെയ്ഡ് ടു ദി അക്കൗണ്ടൻറ്റ്. ടോട്ടൽ മന്ത്ലി സാലറി paid
ടു അക്കൗണ്ടൻറ്റ്. ഓക്കെ, രണ്ട് ചോദ്യങ്ങളുണ്ട്. കോളംസ് ഇത്തിരി വലുതാക്കിയെന്നേ ഉള്ളൂ. ശ്രദ്ധിക്കുക, ഇത്രയും ആണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇനി നമ്മൾ ഇതേപോലെ ഈ ആവശ്യമായ ഫോർമുല അപ്ലൈ ചെയ്യുന്നു. നാലാമത്തെ പ്രൊസീജിയറാണ്. നമ്മൾ ആദ്യത്തെ ചോദ്യത്തിന് നേരെ, അതായത് ടോട്ടൽ മന്ത്ലി സാലറി ഫോർ മാർച്ച്, ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, മാർച്ച്. ഓക്കെ, ഈ കോളത്തിനകത്താണ് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് ഏതാണ് ഫംഗ്ഷൻ? സം ഫംഗ്ഷൻ ഈസ് ഈക്വൽ ടു സം, SUM എന്നാണ് ടൈപ്പ് ചെയ്യേണ്ടത്. യെസ്, ബ്രാക്കറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. നമുക്ക് എവിടെയാണ് സം ചെയ്യേണ്ടത്? ഈ ഫിഗേഴ്സാണ്. ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഫിഗറുകളാണ് ടൈം ചെയ്യേണ്ടത്. അപ്പോൾ C2 C6 ഇവിടെ കാണാം ഫോർമുല ബാറിൽ. വളരെ സിമ്പിളാണ്. അപ്പോൾ നമ്മൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തുകൊണ്ട് എൻ്റർ ബട്ടൺ പ്രസ് ചെയ്താൽ ടോട്ടൽ ആൻസർ നമുക്ക് കിട്ടി. 2,55,000 ആണ്. ഇനി അടുത്ത ചോദ്യം അക്കൗണ്ടൻറ്റിന് കൊടുത്ത ശമ്പളമാണ് നോക്കേണ്ടത്. അപ്പോൾ നമ്മളിവിടെ കണ്ടീഷൻ ഉണ്ട്, കാരണം അക്കൗണ്ടൻറ്റിന് കൊടുത്ത ശമ്പളം മാത്രമേ നമുക്ക് ടോട്ടൽ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിവിടെ ഈസ് ഈക്വൽ ടു, ഇവിടെ നമ്മൾ സം ഇഫ് എന്നാണ് ഉപയോഗിക്കേണ്ടത്. സം ഇഫ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. ഇത് നമ്മൾ കണ്ടീഷൻ റേഞ്ച് സെലക്ട് ചെയ്യണം. ഇവിടെ അതിൻ്റെ സിൻടാക്സ് കാണാം, റേഞ്ച് സെലക്ട് ചെയ്യുന്നു. റേഞ്ച് ബി, ഈ റേഞ്ചാണ് സെലക്ട് ചെയ്യേണ്ടത്. അതായത് നമ്മൾ ഏതിനാണ് നമ്മുടെ കണ്ടീഷൻ എവിടെയാണ് ആ കണ്ടീഷൻ അക്കൗണ്ടൻ്റ് ആണ്. അപ്പോൾ ആ റേഞ്ച്, അതായത് മാനേജർ മുതലുള്ള ഇത്രയും ഡ്രാഗ് ചെയ്യുക. കാണാം B2 B6. ഈ B2 B6 എന്താണെങ്കിലാണ് അക്കൗണ്ടൻ്റ് ആണെങ്കിൽ നമ്മൾ കണ്ടീഷൻ കൊടുക്കുക. കണ്ടീഷൻ ഡബിൾ ഇൻവെർട്ടർ കോമയിൽ അക്കൗണ്ടൻറ്റ് ഇൻവെർട്ട് കോമ ക്ലോസ് ചെയ്യുക. അക്കൗണ്ടൻ്റ് ആണെങ്കിൽ അടുത്ത സം റേഞ്ച്, നമ്മൾ ഏത് റേഞ്ചാണോ സം ചെയ്യേണ്ടത്, നമുക്കറിയാം സം റേഞ്ച് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഫിഗേഴ്സ് വരുന്നതാണ്. ഓക്കെ, ഇത്രയും ചെയ്യാം. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. അത് നമുക്ക് അക്കൗണ്ടൻറ്റിന് കൊടുത്ത ശമ്പളം കാണാൻ കഴിയും. ഇക്വേഷൻ ഒന്നുകൂടി നോക്കാം. ഇക്വേഷനകത്ത് സം ഇഫ് B2 B6 അക്കൗണ്ടൻറ്റ് C2 C6. ഓക്കെ, കണ്ടോ ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ആവും. ഇവിടെ ഒരു ഇത്രയും മൈന്യൂട്ടായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ടൈപ്പ് ചെയ്ത ഒരു ഡാറ്റ വ്യത്യാസം വന്നുകൊണ്ടാണ് നമുക്ക് 0 ഫിഗർ കിട്ടി. അപ്പോൾ 1,15,000 ആണ്. നമുക്ക് നോക്കിയറിയാം അക്കൗണ്ടന്റുമാരുടെ രണ്ടുപേരുടെ ശമ്പളം 60,000 55,000 ആണ്. ടോട്ടലാണ് ഈ കാണുന്നത്. ഇത്രയാണ് നമുക്ക് ഈ സം ഫംഗ്ഷൻ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ സം ഫംഗ്ഷൻ ചെയ്തു. സമ്മിൻ്റെ ഇക്വേഷൻ ഇവിടെ നോക്കാം. ഫോർമുല ബാറിൽ നോക്കിയറിയാം. ഈസ് ഈക്വൽ ടു സം റേഞ്ച്. സം ഇഫ് ആണെങ്കിൽ ചെയ്യേണ്ടത് ഈസ് ഈക്വൽ ടു സം ഇഫ് റേഞ്ച് കോമ, നമുക്ക് സം റേഞ്ച് ഇവിടെ കൊടുക്കണം. അതുപോലെ ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ.